നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് പുതിയൊരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസ്കൗണ്ട് ബ്രോക്കറായ ഫയേഴ്സിൻ്റെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ടാണ്. ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ടും അതിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഏകദേശം 2-3 വർഷമായിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അപ്സ്റ്റോക്സും സെറോദയാണ്. ഇപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു ഫയേഴ്സ് എന്ന് പറഞ്ഞൊരു പുതിയ പ്ലാറ്റ്ഫോം കൂടി ആഡ് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് ഈ പറയുന്ന അപ്സ്റ്റോക്സിലും സെറോദയിലും അവൈലബിൾ അല്ലാത്ത കുറച്ച് ആക്റ്റീവായിട്ടൊക്കെ ട്രേഡ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ഫീച്ചേഴ്സ് ഫയേഴ്സിൻ്റെ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു ഫീച്ചേഴ്സിനെ പറ്റി നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ പ്രധാന ഉദ്ദേശം. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്സ്റ്റോക്ക് സെറോദായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ചില പോരായ്മകളും ഈ ഒരു ഫയേഴ്സ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത് ഈ ഒരു ഫയേഴ്സിൻ്റെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ കുറച്ച് നെഗറ്റീവ് സൈഡ്സ് അല്ലെങ്കിൽ പോരായ്മകളെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഈ ഒരു നെഗറ്റീവ് സൈഡ്സിനെ പറ്റി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ചില ആളുകൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണണമെന്നില്ല. ആദ്യത്തെ ഒരു പോർഷൻ ആ ഒരു ഫീച്ചേഴ്സിനെ പറ്റിയൊക്കെ കേട്ടതിന് ശേഷം മേ ബി വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാം, അല്ലെങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിലേക്ക് പോകാം. എന്നാൽ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റിയും ഇതിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റി മനസ്സിലാക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ നെഗറ്റീവ് സൈഡ്സ് കൂടി മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ തുടക്കത്തിൽ തന്നെ ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാമെന്ന് വെച്ചത്. ഇനി നെഗറ്റീവ് സൈഡ്സ് അല്ലെങ്കിൽ പോരായ്മകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യം തോന്നിയ ഒരു ഇഷ്യൂ ആണ് ഈ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ആയിട്ടൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിൽ പുതുതായിട്ട് വരുന്ന ഒരാളാണെന്ന് നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ് നിങ്ങൾ ഫസ്റ്റ് ഇനീഷ്യൽ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനീഷ്യൽ ഫേസിൽ കുറച്ച് ബുദ്ധിമുട്ട് തോന്നാം. കാരണം ഈ ഒരു പ്ലാറ്റ്ഫോം നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മേ ബി കുറച്ച് ബുദ്ധിമുട്ട് തോന്നാം. കാരണം ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്, മനസ്സിലാക്കാൻ കുറച്ചും കൂടി നമ്മൾ അപ്സ്റ്റോക്സും സെറോദയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് അപ്സ്റ്റോക്സും സെറോദയൊക്കെ വളരെയധികം യൂസർ ഫ്രണ്ട്ലി ആണ്. നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ സ്വന്തമായിട്ട് ഒരു ട്യൂട്ടോറിയലും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ഫയേഴ്സിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് യൂസർ ഇൻ്റർഫേസ് അല്ലെങ്കിൽ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്, മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഇവരുടെ വെബ് പ്ലാറ്റ്ഫോം നമുക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഒന്ന് പരിചയമായിട്ട് വരുന്നവരെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നാം. അതെനിക്ക് തോന്നിയിട്ടുള്ള ഒരു പോരായ്മയാണ്. ഇനി രണ്ടാമതായിട്ട് ഏറ്റവും കൂടുതൽ എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാരും പറയുന്ന ഒരു ഇഷ്യൂ ആണ് നമ്മൾ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഓർഡർ എക്സിക്യൂട്ട് ചെയ്തതിൽ ചെറിയൊരു ഡിലേ, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ഡിലേ നമുക്ക് എന്താണ് സെറോദിലേക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ആ ഒരു ഓർഡർ എക്സിക്യൂട്ട് ആകുന്ന ഫില്ല് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ഡിലേ നമ്മൾ ഫയേഴ്സിൻ്റെ കേസിൽ ഉണ്ടാവാറുണ്ട്. ചെറിയൊരു ലാഗ് നമ്മൾ ഓർഡർ എക്സിക്യൂട്ട് ആവുന്നതിൽ വളരെ ചെറിയൊരു ഡിലേ ഉണ്ടാവാറുണ്ട് പല കേസിലും. ചില സമയത്ത് ഇൻസ്റ്റന്റ് ആയിട്ട് ആവാറുണ്ട്, ചില സമയത്ത് ഈ പറയുന്ന പോലത്തെ ഒരു മൈന്യൂട്ട് ആയിട്ടൊരു ലാഗ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ വലിയൊരു ക്വാണ്ടിറ്റി വെച്ച് ആക്റ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മൈന്യൂട്ട് ഡിലേ ചിലപ്പോൾ ഒരു ഇഷ്യൂ ആയിട്ട് മാറാം. അപ്പോൾ അത് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫയേഴ്സിൻ്റെ കേസിൽ കൂടുതൽ ആൾക്കാരും പറയുന്ന കേട്ടില്ല ഒരു ഇഷ്യൂ ആണ് അവരുടെ കസ്റ്റമർ സപ്പോർട്ട് എന്ന് പറയുന്നത്. എന്നാൽ എനിക്ക് പേഴ്സണലി അത് വലിയൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഡിസ്കൗണ്ട് ബ്രോക്കർ എടുത്തു കഴിഞ്ഞാലും, അത് അപ്സ്റ്റോക്സ് ആയാലും സെറോദ ആയാലും, നമുക്ക് ഏത് ബ്രോക്കറിൻ്റെ കഴിഞ്ഞാലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന, ഏത് ഡിസ്കൗണ്ട് ബ്രോക്കർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ട് ഈ ഒരു രീതിയിൽ തന്നെയായിരിക്കും. കാരണം അവർ വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഈ ഒരു ബ്രോക്കറേജ് ആയിട്ട് അല്ലെങ്കിൽ ചാർജ് ആയിട്ട് ഈടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയൊരു സപ്പോർട്ട് അല്ലെങ്കിൽ സർവീസ് ഒന്നും ഇവരുടെ ബ്രോക്കറിൻ്റെ സൈഡിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു കസ്റ്റമർ സപ്പോർട്ടും കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ബെറ്റർ എന്ന് പറയുന്നത് ഫുൾ സർവീസ് ബ്രോക്കറാണ്. അപ്പോൾ എന്താണ് ഫയേഴ്സിൻ്റെ കേസിൽ എനിക്ക് ഈ ഒരു കസ്റ്റമർ സപ്പോർട്ടിനെ പറ്റി ആളുകൾ പറയുന്ന ഒരു ഇഷ്യൂ എനിക്ക് വലിയൊരു കൺസേൺ ആയിട്ട് തോന്നിയിട്ടില്ല, കാരണം ഒരു ഡിസ്കൗണ്ട് ബ്രോക്കർ ആയതുകൊണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫയേഴ്സിൻ്റെ കേസിൽ ഇപ്പോൾ കറന്റ് ഫയേഴ്സിനുള്ള ക്ലയൻസ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 3 ലക്ഷം ആൾക്കാരൊക്കെയാണ് ക്ലയൻസ് ആയിട്ടുള്ളത്. ഇനിയിപ്പോൾ സെറോദിൻ്റെ കേസൊക്കെ സെറോദ അപ്സ്റ്റോക്സ് നോക്കുകയാണെങ്കിൽ അവർക്ക് 50 ലാക്ക് 50 ലക്ഷത്തിന് മുകളിൽ ക്ലയൻറ്റ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ കറന്റ് ഫയേഴ്സിൻ്റെ കേസൊക്കെ 3 ലാക്ക് ക്ലയൻസ് ഒക്കെയാണുള്ളത്. ഇപ്പോൾ അവരുടെ പ്ലാറ്റ്ഫോമിന് വേറെ ലാഗോ അല്ലെങ്കിൽ എന്താണ് മേജർ ടെക്നിക്കൽ ഇഷ്യൂസോ ചെറിയ ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അല്ലാതെ മേജർ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ക്രാഷ് ആയി പോവുക അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടായിട്ടില്ല എൻ്റെ അറിവിൽ, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇനി നമുക്ക് പോസിബിൾ ഒരു ചാൻസ് ഉള്ളത് ഇനിയിപ്പോൾ നല്ല രീതിയിൽ ക്ലയൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ, ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നല്ല രീതിയിൽ ക്ലയൻറ്റ് ഫ്ലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ, ഈ ഒരു രീതിയിൽ അപ്സ്റ്റോക്ക് സെർവൊക്കെ ആയതുപോലെ 30 ലാക്കോ അല്ലെങ്കിൽ അതിന് മുകളിലോട്ട് ക്ലയൻറ്റ് ബേസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ മേ ബി ആ സമയത്ത് ഈ ഒരു പ്ലാറ്റ്ഫോം ക്രാഷ് ആവോ ലാഗ് ആവോ എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ അത് അവരുടെ ടെക്നിക്കൽ ടീം എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റി ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാകും. ഈ ഒരു കാര്യങ്ങൾ തന്നെയാണ് മെയിനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് നെഗറ്റീവ് സൈഡ്സ് എന്ന് പറഞ്ഞത്. പിന്നെ ചാർട്ടിങ്ങിലും പിന്നെ ചെറിയ അതിൻ്റെ അതിൻ്റെ ഓപ്ഷൻസിലൊക്കെ വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ലാഗും കാര്യങ്ങളും മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ എനിക്ക് മേജർ ആയിട്ടുള്ള വേറെ ഇഷ്യൂസ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ഇനി നിങ്ങളിപ്പം ഫയേഴ്സ് ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നിയിട്ടില്ല എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അത് ഫയേഴ്സ് കൺസിഡർ ചെയ്യുന്ന ആളുകൾ കൂടി യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടും എങ്ങനെ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ച് ട്രേഡ് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഫയേഴ്സിൻ്റെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ അതിൽ അവൈലബിൾ ആയ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുമാണ്.
അപ്പോൾ അതിനുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഫയേഴ്സിൻ്റെ വെബ് പ്ലാറ്റ്ഫോം വെച്ചിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ബ്രൗസറിൽ login.fires.in എന്ന് പറഞ്ഞ ഈ ഒരു ലിങ്കിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ഈ ഒരു പേജിലേക്ക് വരാം. ഇവിടെ നിങ്ങളുടെ ക്ലയൻറ്റ് ഐ ഡിയും അതുപോലെ തന്നെ പാസ്വേഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഫയേഴ്സിൻ്റെ വെബ് പ്ലാറ്റ്ഫോമിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിലേക്കൊക്കെ കടക്കുന്നതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് ഫയേഴ്സിൻ്റെ ബ്രോക്കറേജ് ചാർജസും അതിൻ്റെ അക്കൗണ്ട് ഓപ്പണിംഗ് ചാർജസ് ഒക്കെ എത്രയാണെന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇപ്പോൾ ഇൻട്രാഡേ ചാർജസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിൻ്റെയും പോലെ തന്നെ ഇൻട്രാഡേ ഓപ്ഷൻസ് ഫ്യൂച്ചേഴ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇവിടെ പെർ ട്രേഡിന് വരുന്ന മാക്സിമം ബ്രോക്കറേജ് എന്ന് പറയുന്നത് 20 റുപ്പീസാണ്. 20 റുപ്പീസ് പെർ ട്രേഡാണ് ഫയേഴ്സും ചാർജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡെലിവറി ട്രേഡ്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ 0 റുപ്പീസാണ്. വേറെ ഒരു ചാർജസും ബ്രോക്കറേജ് ആയിട്ട് എടുക്കുന്നില്ല. ഡെലിവറി ട്രേഡ്സ് അല്ലെങ്കിൽ ഫിൻട്രേഡ് ഒക്കെ ചെയ്യുന്ന ആളുകൾ സംബന്ധിച്ചിടത്തോളം ഇവിടെ ബ്രോക്കറേജ് ആയിട്ടൊന്നും വരുന്നില്ല. ഇനി അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫയേഴ്സിൻ്റെ കേസിൽ കൊടുക്കുന്ന ഒരു ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അക്കൗണ്ട് ഓപ്പണിംഗ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഇപ്പോൾ പല ബ്രോക്കേഴ്സും 300 രൂപ 500 രൂപയ്ക്ക് അക്കൗണ്ട് ഓപ്പണിങ്ങിന് വേണ്ടി ചാർജ് ചെയ്യാറുണ്ട്. എന്നാൽ ഫയേഴ്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അക്കൗണ്ട് ഓപ്പണിംഗ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. 1 രൂപ പോലും ഫയേഴ്സ് ചാർജ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു ഓഫർ ഇപ്പോൾ ഫയേഴ്സ് കൊടുക്കുന്നതാണ്. ഈ ഒരു 31 മാർച്ച് 2022 2022 മാർച്ച് 31 മുന്നേ ഫയേഴ്സിൽ നിങ്ങളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് AMC ലൈഫ് ടൈം നിങ്ങൾക്ക് AMC കൊടുക്കേണ്ട ആവശ്യമില്ല. AMC നിങ്ങൾക്ക് വരുന്നില്ല. നമുക്കറിയാം അപ്സ്റ്റോക്സിൻ്റെ സെറോസിൻ്റെയൊക്കെ കേസ് നോക്കുകയാണെങ്കിൽ ഒരു 300 രൂപ 300 പ്ലസ് GST എന്ന് പറയുന്ന ഒരു ഫ്ലാറ്റ് എമൗണ്ട് ഏകദേശം 400 രൂപേൻ്റെ അടുത്ത് വരുന്ന ഒരു ഫ്ലാറ്റ് എമൗണ്ട് AMC ആയിട്ട് അവർ ബ്രോക്കേഴ്സ് ചാർജ് ഒരുവിധം എല്ലാ ബ്രോക്കേഴ്സും ചാർജ് ചെയ്യാറുണ്ട്. എന്നാൽ ഇപ്പോൾ ഫയേഴ്സ് ഇപ്പോൾ കറൻറ്റ്ലി കൊടുക്കുന്ന ഒരു ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 31 മാർച്ച് 2022 മുന്നേ നിങ്ങൾ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് ലോങ് ആയിട്ട് AMC ഫ്രീ ആയിട്ട് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഫയേഴ്സിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു സമയമാണ് ഇപ്പോൾ. കാരണം ജസ്റ്റ് വെറുതെ നിങ്ങൾ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും വെറുതെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആവശ്യം വന്ന സമയത്ത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. അതിൽ വേറൊരു എക്സ്പെൻസ് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പണിങ്ങിന് ചാർജ് വരുന്നില്ല. അതുപോലെ തന്നെ AMC കാര്യങ്ങളും വരുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഫയേഴ്സ് ഇപ്പോൾ കൊടുക്കുന്ന ഓഫർ. ഇനി ഫയേഴ്സ് കൂടാതെ നമ്മുടെ സൈഡിൽ നിന്ന് ഒരു ഓഫർ കൂടി കൊടുക്കുന്നുണ്ട്. അതായത് ഞാൻ താഴെ കൊടുത്തില്ല, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടില്ല ലിങ്ക് വെച്ചിട്ടാണ് നിങ്ങൾ ഫയേഴ്സിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഒരു പെയ്ഡ് കോഴ്സ് ഉണ്ട്. ആ ഒരു പെയ്ഡ് കോഴ്സിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു 2 വീക്കിൻ്റെ ഫ്രീ ആക്സസ് ആ ഒരു പെയ്ഡ് കോഴ്സിൽ 2 വീക്കിൻ്റെ ഫ്രീ ആക്സസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നമ്മുടെ ലിങ്ക് വെച്ചിട്ടാണ് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോഴ്സിൻ്റെ ആക്സസ് കിട്ടാൻ വേണ്ടി നമ്മുടെ ലിങ്ക് വെച്ച് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു യൂസർ ID കിട്ടിയതിന് ശേഷം ഞാൻ താഴെ കൊടുത്തില്ല എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ആ ഒരു യൂസർ ID ഒന്ന് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി. ഞാൻ നിങ്ങൾക്ക് ആ ഒരു കോഴ്സിൻ്റെ ആക്സസ് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ കറൻറ്റ്ലി ഈ ഒരു അക്കൗണ്ട് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഇതിൻ്റെ ചാർജസും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ഫയേഴ്സിൻ്റെ വെബ് പ്ലാറ്റ്ഫോമിലേക്ക് ലോഗിൻ ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ എൻ്റെ ക്ലയൻറ്റ് ID ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ ക്ലയൻറ്റ് ID കൊടുത്തു, കണ്ടിന്യൂ കൊടുക്കുകയാണ്. പിന്നെ ജസ്റ്റ് നമ്മുടെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു 4 ഡിജിറ്റ് പിൻ എൻ്റർ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇനീഷ്യൽ നമ്മൾ ഫസ്റ്റ് ഒരു യൂസർ ID കിട്ടി അക്കൗണ്ട് ഓപ്പണിംഗ് കഴിഞ്ഞ് യൂസർ ID കിട്ടിയിട്ടാകുമ്പോൾ ഒരു ഇനീഷ്യൽ സെറ്റപ്പ് ഉണ്ട്. ആ ഒരു സ്റ്റേജിലാണ് നമ്മൾ ഈ പാസ്വേഡും പിന്നൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ പിൻ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാനിവിടെ പിൻ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, സൈൻ ഇൻ കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഫയേഴ്സിൻ്റെ വെബ് പ്ലാറ്റ്ഫോമിൽ ലോഗിൻ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലയൻറ്റ് ഐഡിയും പാസ്വേഡും പിന്നൊക്കെ കൊടുത്ത് ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ വരുന്നത് ഈ ഒരു രീതിയിലുള്ള ഒരു പേജിലേക്കായിരിക്കും. അപ്പം മേ ബി ചില ആൾക്കാരെങ്കിലും ഈ ഒരു സ്ക്രീൻ എവിടെയോ കണ്ടൊരു പരിചയം തോന്നാം. അപ്പോൾ ഞാൻ മുന്നത്തെ പല വീഡിയോകളിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതായത് ഞാൻ പേഴ്സണലി ഞാൻ ട്രേഡ് ചെയ്യുന്ന സമയത്തായാലും അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്തായാലും സ്റ്റോക്കുകളെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ട്രേഡിംഗ് വ്യൂ ഉപയോഗിച്ചിട്ട് ചാർട്ട് അനാലിസിസ് നടത്തിയതിന് ശേഷമാണ് ഞാൻ എൻട്രീസും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യാറ് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫയേഴ്സ് ഇവിടെ എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സെയിം പ്ലാറ്റ്ഫോം ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഇവർ ഡയറക്റ്റ്ലി ഇവരുടെ ഈ ഒരു വെബ് പ്ലാറ്റ്ഫോമിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇവിടെ സെയിം തന്നെയാണ് കാര്യങ്ങളൊക്കെ. ഓൾമോസ്റ്റ് എല്ലാ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ സെയിം ആണ്. ഈ ഒരു ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞ ഒരു ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ചാർട്ട് ട്രേഡിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു ട്രേഡിംഗ് വ്യൂ. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം ഡയറക്റ്റ്ലി ഇവിടെ ഈ ഒരു ഫയേഴ്സ് ഇവരുടെ ഒരു വെബ് പ്ലാറ്റ്ഫോമിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണുള്ളത്. പിന്നെ ജസ്റ്റ് അഡീഷണൽ നമുക്ക് ട്രേഡ് ചെയ്യാനും ആവശ്യമായിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഫയേഴ്സിൻ്റെ വെബ് പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ പുതിയ ടാബ്സോ കാര്യങ്ങളൊന്നും ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു ഒറ്റൊരു സ്ക്രീൻ ഇവിടെ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ വാച്ച് നോക്കാനും ചാർട്ട് നോക്കാനും ട്രേഡ് എടുക്കാനും എല്ലാം ഈ ഒരു സ്ക്രീനിൽ തന്നെ. ഇപ്പോൾ നമുക്ക് സെറോദിലൊക്കെ ആണെങ്കിൽ നമുക്ക് പല പേജിലേക്ക് ഇങ്ങനെ സ്വിച്ച് ചെയ്ത് പോകേണ്ട ഒരു പൊസിഷൻസ് നോക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. എന്നാൽ ഫയേഴ്സിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു സിംഗിൾ വിൻഡോയിൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഒരു ബെനിഫിറ്റാണ്.
ഇനി 5 ഇയേഴ്സിൻ്റെ കേസിൽ വരുന്ന രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഈ ഒരു ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എന്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചാർട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ബട്ട് ഇത് ഒരു ഫ്രീ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം അല്ല. ഇത് നമുക്ക് ട്രേഡിംഗ് വ്യൂ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും, പെയ്ഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഞാനാണെങ്കിലും ഇപ്പോൾ ഫ്രീ വേർഷനാണ് ഉപയോഗിക്കുന്നത്. ബട്ട് ഈ ഫ്രീ വേർഷൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കുറേ ആഡ്സ് ഇവിടെ കാണിക്കും. അത് ഒന്നാമത്തെ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിതിൽ ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്യുന്നൊരു ലിമിറ്റ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് 2-3 ഇൻഡിക്കേറ്റർ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ഇത് കാണുന്നുണ്ടാവും. റൈറ്റ് നൗ യുവർ പ്ലാൻ ഹാസ് 3 ഇൻഡിക്കേറ്റേഴ്സ് ലിമിറ്റ്. അതായത് നമുക്ക് ഈ ഒരു നമ്മുടെ ഫ്രീ വേർഷനാണ് നിങ്ങൾ ട്രേഡിംഗ് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം 3 ഇൻഡിക്കേറ്റേഴ്സ് മാത്രമേ അറ്റ് എ ടൈം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് രണ്ടാമത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഇത്തരത്തിൽ സ്ക്രീൻ സ്പ്ലിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ഓക്കെ, ഈ ഒരു കേസിൽ ഫ്രീ വേർഷൻ കേസിൽ ഇത്തരത്തിൽ നമുക്ക് സ്ക്രീൻ സ്പ്ലിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. പിന്നെ അതുപോലെ തന്നെ വേറെയും കുറേയധികം ഇതിൻ്റെ പുതിയൊരു വാച്ചസ് ക്രിയേറ്റ് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേയധികം ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ട്രേഡിംഗ് വ്യൂവിൻ്റെ പ്രീമിയം എടുത്താൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. എന്നാൽ അതേ സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഫ്രീ ആയിട്ട് 5 ഇയേഴ്സിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്യുന്നതിന് യാതൊരു വിധത്തിൽ ലിമിറ്റും ഇല്ല. നമുക്ക് ഓൾമോസ്റ്റ് ട്രേഡിംഗ് വ്യൂവിൻ്റെ പ്രീമിയത്തിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഇല്ല, ബട്ട് ഓൾമോസ്റ്റ് ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഈ ഒരു നമ്മൾ 5 ഇയേഴ്സിൽ കിട്ടുന്നതാണ്. ഈ ഒരു ട്രേഡിംഗ് വ്യൂവിൻ്റെ പ്രീമിയം ഫീച്ചേഴ്സിൽ ഓൾമോസ്റ്റ് ഫീച്ചേഴ്സൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്യുന്ന എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എത്ര ഇൻഡിക്കേറ്റേഴ്സ് വേണമെങ്കിലും ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കണ്ടമാനം ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. യാതൊരു വിധത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ല. നമുക്ക് എത്ര ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്യണം ഈ ഒരു രീതിയിൽ നമ്മുടെ ആരും ചോദിക്കാനും പറയാനും ഇല്ല. നമുക്ക് എത്ര ഇൻഡിക്കേറ്റേഴ്സ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ട് വരുന്നതാണ് ട്രേഡിംഗ് ഉപയോഗിക്കുന്ന സമയത്ത് ആൾക്കാർക്ക് വരുന്ന ഒരു ഇഷ്യൂ ആണ് ഈ ഒരു ലിമിറ്റേഷൻ. അതായത് ഇത്ര നമ്പേഴ്സ് കൂടുതൽ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് പല ആൾക്കാർക്കും ബുദ്ധിമുട്ടിലുണ്ടാകുന്ന ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനാണ് നിങ്ങൾ ജസ്റ്റ് 5 ഇയേഴ്സിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ എത്ര മൾട്ടിപ്പിൾ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ തന്നെ ഈ പറഞ്ഞ ഒരു ആഡിൻ്റെ ഇഷ്യൂ കാര്യങ്ങളില്ല. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പല ബെനിഫിറ്റ്സുകൾ നമുക്ക് ട്രേഡിംഗ് വ്യൂവിൽ അവൈലബിൾ ആയിട്ടുള്ള പല പ്രീമിയം ഫീച്ചേഴ്സുകൾ നമുക്ക് 5 ഇയേഴ്സിൻ്റെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് കിട്ടുന്നതാണ്. നമുക്ക് അലേർട്ട് ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള പല ഓപ്ഷൻസ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് ഒരു രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ നേരത്തെ പറഞ്ഞു ഒറ്റ സ്ക്രീനിൽ നമുക്ക് വേറെ സ്ക്രീൻസ് ഒന്നും ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഒറ്റ വിൻഡോയിൽ തന്നെ അത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും നമുക്ക് എല്ലാ ട്രേഡ്സും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. രണ്ടാമത് കിട്ടുന്നത് നമുക്ക് ഓൾമോസ്റ്റ് ട്രേഡിംഗ് വ്യൂവിൻ്റെ ഒരു പ്രീമിയം പ്ലാൻ നമുക്കിവിടെ 5 ഇയേഴ്സ് ഉപയോഗിക്കുന്ന സമയത്ത് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഇൻ്റർഫേസ് എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതിന് ഏറ്റവും റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിലാണ് നമുക്ക് നമ്മുടെ സ്റ്റോക്ക് വാച്ച് ലിസ്റ്റ് വരുന്നത്. നമുക്കറിയാം നമുക്ക് ട്രാക്ക് ചെയ്യേണ്ട സ്റ്റോക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നത് എവിടെയായിരിക്കും, നമ്മുടെ വാച്ച് ലിസ്റ്റിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിവിടെ ടോപ്പിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 5 ഇയേഴ്സ് തന്നെ ഡിഫോൾട്ടായിട്ട് കുറേയധികം വാച്ച് ലിസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി 50, നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി നിങ്ങൾക്കിപ്പോൾ പെട്ടെന്ന് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ വരുന്ന സ്റ്റോക്കിൽ ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ നിഫ്റ്റി ബാങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ബാങ്കിങ് സ്റ്റോക്കുകളുടെ ഒരു വാച്ച് ലിസ്റ്റ് നമുക്കിവിടെ കിട്ടി. ഇനി അതേസമയത്ത് നിഫ്റ്റി 50 ആണെങ്കിൽ നിഫ്റ്റി 50 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇത്തരത്തിൽ 5 ഇയേഴ്സ് തന്നെ കുറേയധികം ഡിഫോൾട്ട് ഒരുവിധ ഇൻഡെക്സ് ഒക്കെ വെച്ചിട്ടുള്ള ഡിഫോൾട്ട് വാച്ച് ലിസ്റ്റിൻ്റെ കുറേയധികം ലിസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു വാച്ച് ലിസ്റ്റ് നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല, ഇനി നിങ്ങൾക്ക് കസ്റ്റമായിട്ടൊരു കസ്റ്റമായിട്ടൊരു വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ക്രിയേറ്റ് ന്യൂ ലിസ്റ്റ് കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് ഞാൻ ന്യൂ എന്ന് പറഞ്ഞ സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഏതാണോ സ്റ്റോക്ക് ആഡ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇപ്പോൾ റിലയൻസ് ആഡ് ചെയ്യണം, ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് സ്റ്റോക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, വേറൊരു സ്റ്റോക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഇതിൽ കാണിക്കും. ഇനി നിങ്ങൾക്ക് വാച്ചസ് സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ പുതിയൊരു വാച്ച് ലിസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ട് കാണുന്നുണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള വാച്ച് ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല, അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ, അത് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ ഡിഫോൾട്ട് ആയിട്ടുള്ള വാച്ച് ലിസ്റ്റ് നമുക്ക് സ്വന്തമായിട്ടും കിട്ടും. അതുപോലെ തന്നെ ഡിഫോൾട്ട് ആയിട്ടുള്ള വാച്ച് ലിസ്റ്റ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ റൈറ്റ് സൈഡിലാണ് ഈ പറയുന്ന വാച്ച് ലിസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി അടുത്ത നമ്മളൊരു പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റോക്കിൽ ഒരു പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ അടുത്ത് വരുന്നതാണ് അതിൻ്റെ എന്താണ് മൂവ്മെൻറ്റ്, അതിൻ്റെ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാണ്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ബോട്ടത്തിൽ ഒരു അപ്സൈഡ് ആരോ കാണുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കുറേയധികം ടാബ് കാണാൻ പറ്റും. നോക്കിക്കഴിഞ്ഞാൽ പൊസിഷൻസ്, ഓർഡേഴ്സ്, നമ്മുടെ ട്രേഡ്സ്, ഹോൾഡിങ്സ്, എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു പേജിൽ ഈ ഒരു ബോട്ടത്തിൽ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പൊസിഷൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റ്സ് കാണാൻ പറ്റും. നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ കറൻറ്റ്ലി ഓർഡേഴ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റ്സ് കാണാൻ പറ്റും. എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ ട്രാക്ക് ചെയ്യാം. നമ്മൾ ഫണ്ട് ഡീറ്റെയിൽസ് കാണാൻ പറ്റും, മാർജിൻ യൂട്ടിലൈസേഷൻ കാണാൻ പറ്റും, ഹോൾഡിങ്സ് കാണാൻ പറ്റും. എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു ബോട്ടത്തിൽ കാണാൻ പറ്റും. അപ്പോൾ റൈറ്റ് സൈഡിൽ വാച്ച് ലിസ്റ്റ് ബോട്ടത്തിൽ വരുന്നത് നമ്മുടെ ട്രേഡ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വരുന്നത്.
ഇനി ടോപ്പിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കൂടുതൽ നമ്മുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഫണ്ട് ആഡ് ചെയ്ത് കൊടുക്കുന്ന ഓപ്ഷൻ ഉണ്ട്, ആഡ് ഫണ്ട്സ് ടു യുവർ അക്കൗണ്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനി ഇവിടെ നോക്കിയാൽ മൈ അക്കൗണ്ട് നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അറിയാനുള്ള ഓപ്ഷൻസ്. അപ്പോൾ പിന്നെ ഈ ഒരു ട്രേഡിംഗ് വ്യൂവിൻ്റെ കുറച്ച് സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ മാറ്റാനുള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു ടോപ്പിൽ വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചാർട്ട് അനാലിസിസ് നടത്താനുള്ള ടൂളുകളാണ് നമുക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ വരുന്നത്. അപ്പോൾ എന്താണ് 4 ഭാഗത്തും ഡിഫറെൻറ്റ് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ചാർട്ട് അനാലിസിസ് ചെയ്ത ടൂൾ, റൈറ്റ് സൈഡിൽ ഏറ്റവും ടോപ്പിൽ നമുക്ക് ഈ ഒരു ചാർട്ട് സെറ്റപ്പുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഏറ്റവും ബോട്ടത്തിൽ നമ്മുടെ എടുത്ത ട്രേഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, റൈറ്റ് സൈഡിൽ നമ്മൾ വാച്ച് ലിസ്റ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇത് ഈ ഒരു യൂസർ ഇൻ്റർഫേസിനെ പറ്റി പറയാനുള്ളത്. ഇനി അടുത്തൊരു ബെനിഫിറ്റ് നമുക്ക് എന്താണ് ഈ ഒരു ഫയേഴ്സ് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പല ആൾക്കാരും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് CPR എന്ന് പറയുന്നത്, പിവട്ട് ലെവൽസ്. നമ്മൾ ഇപ്പോൾ ഈവൺ നമ്മുടെ കോഴ്സിലായാലും നമ്മൾ CPR ബേസ്ഡ് ആയാലും ഒരു സ്ട്രാറ്റജി, അപ്പോൾ വൈഡായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് CPR എന്ന് പറയുന്നത്. അപ്പോൾ പല ട്രേഡിംഗ് ബ്രോക്കേഴ്സിൻ്റെ ചാർട്ട് ഉപയോഗിച്ചിട്ട് റീഡ് ചെയ്യുന്ന, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഉണ്ടായിരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPR നമുക്ക് ഒരിക്കലും ബാക്കി ഇപ്പോൾ സെറോദയിലായാലും അപ്സ്റ്റോക്സിലായാലും നമുക്ക് CPR അവിടെ കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന ചാർട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം സെപ്പറേറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നമുക്ക് നോക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. എന്നാൽ നമുക്ക് ഫയേഴ്സിൻ്റെ കേസ് വരികയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഇൻഡിക്കേറ്റേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഞാൻ ഇവിടെ CPR സെർച്ച് ചെയ്യാണ്. CPR വിത്ത് പിവട്ട് ലെവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ CPR നമുക്ക് ഇവിടെ കിട്ടും. നമുക്ക് CPR എന്ന് പറഞ്ഞാൽ ഈ ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇതിനെപ്പറ്റി പഠിക്കാം. ഇത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടൊരു ഇൻഡിക്കേറ്ററാണ്, കൂടുതൽ ആൾക്കാരും യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്, അതുകൊണ്ടാണ് ഞാൻ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഇൻഡിക്കേറ്റർ ഇതിൽ കിട്ടുന്നത് വളരെയധികം യൂസ്ഫുൾ ആണ്. എനിക്ക് ഇതിൻ്റെ സെറ്റിംഗ്സിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതാണ് എൻ്റെ ട്രേഡിംഗ് വ്യൂവിലുള്ള ഞാൻ CPR ആഡ് ചെയ്ത് കൊടുത്തിട്ട് എൻ്റെ സെറ്റപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കാണുന്ന, അപ്പോൾ ഇതാണ് ഇവിടെ ഒരു സെറ്റപ്പ്. അപ്പോൾ ഈ ഒരു ഇതിൽ കാണുന്ന ഈ ഒരു സെയിം സെറ്റപ്പിന് നമുക്ക് ഇവിടെയും ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ സെറ്റിംഗ്സിൽ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ നമുക്ക് എന്താണ് ഇതിൽ വേണ്ടാത്ത കുറച്ച് ഇവിടെ ഡെയിലി S4 ഞാൻ S3 വരെയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് R4 പ്രീവിയസ് ഡേ ഹൈ പ്രീവിയസ് ഡേ ലോ അതൊക്കെ ഓഫാക്കി. പിന്നെ എന്താണ് ഇവിടെ ഈ ചാർട്ട്, ഇവിടെ ലൈൻ ചാർട്ടിന് പകരം ഞാൻ ഉപയോഗിക്കുന്നത് സർക്കിൾസ് ആണ്. ഞാൻ എല്ലാ സർക്കിൾസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഞാൻ അടുത്ത ട്രേഡിംഗ് വ്യൂ ഞാൻ മുന്നേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ട്രേഡിംഗ് വ്യൂ ചാർട്ട് സെറ്റപ്പിൽ കാണുന്ന ഒരു സെയിം കാര്യങ്ങൾ നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു CPRൻ്റെ സെയിം സെറ്റിങ്സ് അല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പ് നമുക്ക് ഇതിലേക്കും കൊണ്ടുവരാൻ പറ്റും. വളരെ എളുപ്പത്തിൽ നമുക്കിവിടെ കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ തന്നെ നമുക്ക് CPR കിട്ടി. അപ്പോൾ നമുക്ക് CPR ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേയധികം, ഇതാണ് CPR, ഈ ഒരു ബ്ലൂ ലെവൽസാണ് CPR, ഗ്രീനാണ് നമ്മുടെ R1 ലെവൽസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സെയിം ചാർട്ട് നമുക്ക് CPR നമുക്കിതിൽ കിട്ടി. അപ്പോൾ ഇത് കുറേ ആൾക്കാർ ഈ CPR ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ വളരെ നല്ലൊരു ഒരു ബെനിഫിറ്റാണ് നമുക്ക് എന്താണ് ഫയേഴ്സിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഈ ഒരു CPR എന്ന് പറയുന്നൊരു ഇൻഡിക്കേറ്റർ ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ലൊരു ബെനിഫിറ്റ് തന്നെയാണ്. അപ്പോൾ ഇത് ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തായിട്ട് നോക്കാനുള്ളത് ഫയേഴ്സിലൊരു ട്രേഡ് എടുക്കുന്നതിനെ പറ്റിയിട്ടാണ്. എങ്ങനെയാണ് നമുക്ക് ഇതിലൊരു ട്രേഡ് എടുക്കാൻ പറ്റുക? ട്രേഡ് എടുക്കുന്നത് കാര്യങ്ങളും നമുക്ക് പല ബ്രോക്കേഴ്സായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെയധികം യൂസർ ഫ്രണ്ട്ലിയാണ്. നമുക്ക് വളരെ പെട്ടെന്ന് ട്രേഡ് എടുക്കാനും അതിനെ ട്രാക്ക് ചെയ്യാനും അനാലിസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു ആക്സിസ് ബാങ്ക് എന്ന സ്റ്റോക്ക് കൂടെ ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, ആക്സിസ് ബാങ്ക് ഞാൻ ഓപ്പൺ ചെയ്തു. ഓക്കെ, ആക്സിസ് ബാങ്ക് ഓപ്പൺ ചെയ്തു. ഇപ്പോൾ കറൻറ്റ്ലി 744 ഇനി എനിക്ക് ഈ ഒരു സ്റ്റോക്കിലൂടെ ഒരു ബൈ എടുക്കണമെന്നുണ്ട്. എനിക്ക് ഈ ഒരു സ്റ്റോക്കിൽ നിങ്ങൾ നോക്കുക. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു സ്റ്റോക്കിൽ ബൈ എടുക്കണം. നമുക്ക് ഈ ചാർട്ട് നോക്കിക്കൊണ്ട് തന്നെ ഇവിടെ എങ്ങനെയാണ് ഈ ഒരു സ്റ്റോക്കിൽ ബൈ എടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മൾ ഈ ചാർട്ടുകൾ കൊണ്ടുവക്കുന്ന സമയത്ത് ഇവിടെ പ്ലസ് ബട്ടൺ കാണുന്നുണ്ടാവും. ഓക്കെ, ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ റൈറ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ അത് തന്നെയാണെന്ന് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഞാനിപ്പോൾ 744 ഒരു സ്റ്റോക്ക് വാങ്ങാൻ പോവുകയാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ വരുന്നു. ഓക്കെ, ഇവിടെ നോക്കി ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ബ്ലാക്ക് ഒരു ബോക്സിൻ്റെ അടുത്ത് പ്രൈസ് കാണിക്കും 744.10. ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ ഇവിടെ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ കാണുന്നത് ബൈ ആക്സിസ് ബാങ്ക് ലിമിറ്റഡ് 1 ആ ഒരു നമ്മൾ സെലക്ട് ചെയ്ത ഒരു പ്രൈസും കാണുന്നുണ്ടാവും. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു ഓർഡർ വിൻഡോ നമുക്കിവിടെ ഓപ്പൺ ചെയ്ത് വന്നു. അപ്പോൾ നമുക്കിവിടെ ആണെങ്കിൽ എന്താണ്, ഞാൻ ഇപ്പോൾ റെഗുലർ ഇൻട്രാഡേ ഇവിടെയുള്ള ബാക്കിയുള്ള ഓപ്ഷൻസ് നിങ്ങൾ നോക്കുക. അതിനെപ്പറ്റിയൊക്കെ ഞാൻ പോകുന്നില്ല, കാരണം നമ്മളിപ്പോൾ സെറോദിലെ അപ്സ്റ്റോക്സിൻ്റെ കേസിലേക്ക് ആ ഓർഡേഴ്സ് ഓപ്ഷൻസിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ റെഗുലർ ഇൻട്രാഡേ മാർക്കറ്റ് ഓർഡർ ബേസ് ചെയ്യാണ്. ഞാൻ ഒരു 5 ക്വാണ്ടിറ്റി, ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ഒരു 10 ക്വാണ്ടിറ്റി ഓർഡർ ഒരു ബൈ ഞാൻ പ്ലേസ് ചെയ്യാണ്. ഓക്കെ, ബൈ ഓർഡർ എക്സിക്യൂട്ടായി. ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്, നമുക്ക് 2 രീതിയിൽ നമുക്ക് നമ്മുടെ ഈ ഒരു പൊസിഷൻ്റെ സ്റ്റാറ്റസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓർഡേഴ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സിക്യൂട്ടഡ് ഓർഡേഴ്സ് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ എക്സിക്യൂട്ടഡ് ഓർഡേഴ്സ് നമുക്ക് ഈ ഒരു ഓർഡർ ഈ ആക്സിസ് ബാങ്ക് 744 ഫില്ല് ചെയ്ത് അത് എക്സിക്യൂട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിവിടെ ടോട്ടൽ P&L മാറുന്ന കാണാൻ പറ്റും.
ഇനി ഇവിടെയുള്ള ഒരു ബെനിഫിറ്റ്, 5 ഇയേഴ്സിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വിൻഡോ നിങ്ങളിവിടെ ഓപ്പൺ ചെയ്യണമെന്നില്ല. ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഈ ഒരു P&L നോക്കണമെന്നില്ല. നിങ്ങൾ കാണുന്ന ഇപ്പോൾ എന്താണ് 0 അല്ലെങ്കിൽ 50 പൈസ അതേ പ്രോഫിറ്റ് നമുക്കിവിടെ ചാർട്ട് ഇവിടെ കാണാൻ പറ്റും. നമ്മൾ എത്ര ക്വാണ്ടിറ്റിയാണ് എടുത്തുള്ളത്, എത്രയാണ് 10 ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ P&L എത്രയാണ് ഇവിടെ കാണുന്ന ഒരു സെയിം P&L ഇവിടെ വേരി ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് പറഞ്ഞത്. നമുക്ക് എന്താണ് ഈ ഒരു സംഭവം ഇത് ഓപ്പൺ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഒരു ടാബിനെ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഈ ഒരു ചാർട്ട് മാത്രം ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്കിവിടെ ഓർഡർ പ്ലേസ് ചെയ്യാനും അതുപോലെ തന്നെ എന്താണ് നമുക്ക് അതിനെ ട്രാക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി നമ്മൾ എൻട്രീൻ്റെ ലെവൽ നമുക്ക് കാണാൻ പറ്റി. അതുപോലെ നമ്മളിവിടെ ബൈ ആണ് എടുത്തതെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു അപ്പ് സൈഡ് ഒരു ആരോ മാർക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഇനി ഈ ഒരു കേസിൽ എനിക്കിവിടെ ഒരു സ്റ്റോപ്പ് ലോസ് ഓർഡർ ഇട്ടു. നമ്മൾ ഇൻട്രാഡ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ സംഭവം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഭവമാണ് സ്റ്റോപ്പ് ലോസ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു കേസിൽ 740 എനിക്കിവിടെ സ്റ്റോപ്പ് ലോസ് ഓർഡർ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ ഇവിടെ വരുന്നു. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇവിടെ വീണ്ടും 750 ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് എന്താണ് സെല്ലാണ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ സെല്ല് ക്ലിക്ക് ചെയ്യുന്നു. അതായത് നമ്മുടെ അഗെയിൻസ്റ്റ് മൂവ്മെൻറ്റ് നടക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ സ്റ്റോക്ക് എക്സിറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ എന്താണ് റെഗുലർ, ഇൻട്രാഡേ, സ്റ്റോപ്പ് ലോസ് ഓർഡറാണ്. നമുക്ക് എത്രയാണ് ക്വാണ്ടിറ്റി, സെയിം ക്വാണ്ടിറ്റി 10 ക്വാണ്ടിറ്റി ഞാൻ കൊടുക്കുകയാണ്. സ്റ്റോപ്പ് ലോസ് എത്രയാണ് നമ്മൾ അവിടെ സെലക്ട് ചെയ്ത എമൗണ്ട് ജസ്റ്റ് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത മാറ്റം ഉണ്ടെങ്കിൽ 740. ഞാൻ ഇവിടെ സെൽ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്താണ് നമ്മുടെ ഇപ്പോൾ കൊടുത്തിട്ടുള്ള നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഓർഡർ. ഇനി അഥവാ സ്റ്റോക്കിൻ്റെ പ്രൈസ് അഗെയിൻസ്റ്റ് മൂവ്മെൻറ്റ് വരികയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പൊസിഷൻ ഇവിടെ ഓട്ടോമാറ്റിക്കലി ഇവിടെ എക്സിറ്റ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് ചാർട്ടിൽ തന്നെ നമുക്ക് എന്താണ് ഈ കാര്യം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ലെവൽ എവിടെയാണ്, നമ്മുടെ എത്ര ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്, നമ്മുടെ P&L എത്രയാണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി 5 ഇയേഴ്സിൻ്റെ കേസിൽ വരുന്ന മറ്റൊരു ബെനിഫിറ്റാണ്, നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു സ്റ്റോപ്പ് ലോസ് മോഡിഫൈ ചെയ്യണം. നിങ്ങൾക്ക് ഇപ്പോൾ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലോസ് ചെയ്യാം. ഇനി അല്ല, നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോപ്പ് ലോസ് മോഡിഫൈ ചെയ്യണം. ഇപ്പോൾ 740 ഞാൻ ഇപ്പോൾ ഓർഡേഴ്സിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓരോ ഓപ്പൺ ഓർഡറായിട്ട് ഓക്കെ 740 ഒരു സ്റ്റോപ്പ് ലോസ് ഓർഡർ വന്നിട്ടുണ്ട്. ഇനി എനിക്ക് ഈ ഒരു സ്റ്റോപ്പ് ലോസ് പറഞ്ഞു 740 വേണം. ഞാൻ വിചാരിക്കുന്നത് 742 സ്റ്റോപ്പ് ലോസ് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് ജസ്റ്റ് ഈ ഒരു ഇതിൽ ഇങ്ങനത്തെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തിട്ട് എനിക്ക് ഈ ഒരു സ്റ്റോപ്പ് ലോസ് ഇവിടെ കൊണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ 742 സ്റ്റോപ്പ് ലോസ് വെക്കുന്നു. അപ്പോൾ അവിടെ നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബോക്സ് വരും. ജസ്റ്റ് ഇവിടെ പ്രൈസ് ഒന്ന് ചെക്ക് ചെയ്യുക, ജസ്റ്റ് മോഡിഫൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ലെവൽ എന്താണ്, നമുക്ക് വളരെ എളുപ്പത്തിൽ ഇവിടെ സ്റ്റോപ്പ് ലോസ് ലെവൽ മോഡിഫൈ ചെയ്യാൻ പറ്റി. ഓക്കെ, ഇത് വളരെ നല്ലൊരു ഫീച്ചറാണ്. 5 ഇയേഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ള വളരെ നല്ലൊരു ഫീച്ചറാണ്. നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു നമ്മുടെ സ്റ്റോപ്പ് ലോസ് ലെവൽസും കാര്യങ്ങളൊക്കെ മോഡിഫൈ. നമ്മൾ നോക്കിയാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ലെവലിലൂടെ 742.05 ഈ ഒരു സ്റ്റോപ്പ് ലോസ് ഓർഡർ നമുക്കിവിടെ ക്രിയേറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പം പല ആൾക്കാരും 5 ഇയേഴ്സ് ഉപയോഗിക്കുന്നതിൽ പല ആൾക്കാർക്കുള്ള നല്ലൊരു ബെനിഫിറ്റ് നമുക്ക് സ്റ്റോപ്പ് ലോസ് ലെവൽസിലൂടെ നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മുടെ എന്താണ് സ്റ്റോക്കിൻ്റെ പ്രൈസ് നമ്മൾ വിചാരിച്ച രീതിയിൽ മുകളിലോട്ട് കയറി പോകുന്ന സമയത്ത് നമുക്ക് ഈ സ്റ്റോപ്പ് ലോസ് നമുക്ക് ട്രെയിൽ ചെയ്ത് മുകളിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ നമുക്ക് ഇതെല്ലാം നമുക്ക് ഈ ഒരു ചാർട്ടിൽ തന്നെ ചെയ്യാം. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. നമുക്ക് ഈ ഒരു സിംഗിൾ വിൻഡോ ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ ടാബിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഈ ഒരു സിംഗിൾ ചാർട്ട് വിൻഡോ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടാർഗറ്റ് ലെവൽസും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ലെവൽസും, ഇനിയിപ്പോൾ എനിക്കൊരു ടാർഗറ്റ് ഇടുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു വീണ്ടും ഒരു സെൽ ഓർഡർ ഇടുകയാണ്. ലിമിറ്റ് ഞാൻ ഒരു 748 ഓക്കെ, ഒരു 10 ക്വാണ്ടിറ്റി ഞാൻ സെൽ ഓർഡർ ഇട്ട്. ഇപ്പോൾ എന്താണ് നമ്മളിവിടെ ഞാൻ സ്റ്റോപ്പ് ലോസ് ഓർഡർ ഇട്ട് കൊടുത്തു, ഞാൻ ഇവിടെ ഒരു ടാർഗറ്റ് ഓർഡർ ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ചാർട്ടിൽ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും. എനിക്കിപ്പോൾ എൻ്റെ ടാർഗറ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതിൽ മുകളിലോട്ട് ആയി കഴിഞ്ഞാൽ മോഡിഫൈ കൊടുക്കാം. എനിക്ക് എൻ്റെ ടാർഗറ്റ് മോഡിഫൈ ചെയ്യാൻ പറ്റും. താഴത്തോട്ട് കൊണ്ടുവരുന്നെങ്കിൽ മോഡിഫൈ ചെയ്യാൻ പറ്റും. ഇനി എനിക്ക് ടാർഗറ്റ് ഒഴിവാക്കണമെങ്കിൽ ക്ലോസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് 5 ഇയേഴ്സിൻ്റെ പ്ലാറ്റ്ഫോമിൽ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു ബെനിഫിറ്റ് പറഞ്ഞാൽ നമുക്ക് എല്ലാം ഈ രീതിയിൽ സിമ്പിളായിട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് നമ്മുടെ ടാർഗറ്റ് ലെവൽസ്, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ലെവൽസ്, അല്ലെങ്കിൽ നമ്മുടെ എൻട്രി ലെവൽസ്, നമ്മളിപ്പോൾ എൻട്രി മാർക്കറ്റ് ലെവലിലാണ് ഇട്ടത്. അതേസമയം നമുക്ക് വേണമെങ്കിൽ ലിമിറ്റോട് കിട്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ നല്ലൊരു യൂസ്ഫുൾ ആകുന്നൊരു ഫീച്ചർ തന്നെയാണ്. ഇനി അടുത്തൊരു നല്ലൊരു ഫീച്ചറാണ് നമുക്ക് 5 ഇയേഴ്സിൽ കിട്ടുന്നൊരു ഫീച്ചറാണ്. എനിക്ക് തോന്നി ഞാൻ ഇപ്പോൾ എൻട്രി എടുത്തത് ഞാൻ ഇപ്പോൾ ഇവിടെ 10 ക്വാണ്ടിറ്റി ബൈ ആണ് എടുത്തത്. ഞാൻ വിചാരിക്കുന്നു ഇനി ഒരു സ്റ്റോക്ക് മുകളിലോട്ട് പോകാനല്ല ചാൻസ്, ഈ ഒരു സ്റ്റോക്കിലൊരു ഫോള് വരാനാണ് പോസിബിൾ എന്ന് എനിക്ക് തോന്നി. അപ്പോൾ എനിക്കിത് പെട്ടെന്ന് ഈ ഒരു 10 ക്വാണ്ടിറ്റി ബൈ ചെയ്തതിന് പകരം എനിക്ക് 10 ക്വാണ്ടിറ്റി സെല് ചെയ്യണം. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു സെയിം ട്രേഡ് നിങ്ങൾക്ക് അതേപോലെ റിവേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ഈ ഒരു ബട്ടൺ ഉണ്ട്, റിവേഴ്സ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ സിംപ്ലി റിവേഴ്സ് പൊസിഷനിൽ ക്ലിക്ക് ചെയ്യാം. റിവേഴ്സ് പൊസിഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇവിടെ ഒരു നേരത്തെ ക്വാണ്ടിറ്റീൻ്റെ ഡബിളൂടെ കാണിക്കും, അതൊന്നും നോക്കണ്ട. അതായത് ആ ഒരു പൊസിഷൻ എക്സിറ്റ് ചെയ്യുക, പുതിയൊരു പൊസിഷൻ എടുക്കുകയാണ്. ഞാൻ ഇവിടെ സെല്ല് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നുണ്ടാവും ആ ഒരു പൊസിഷന് നമ്മുടെ നമ്മുടെ നേരത്തെ ഒരു ബൈ പൊസിഷനായിരുന്നു ഉണ്ടായത്, 10 ക്വാണ്ടിറ്റി ബൈ പൊസിഷനായിരുന്നു ഉണ്ടായത്. അത് മാറി ഇപ്പോൾ ഒരു റെഡ് ആരോ താഴോട്ട് കാണും. അത് നമ്മൾ സെൽ പൊസിഷനാണ് എടുത്തിട്ടുള്ളത്.
ഇവിടെ ഒരു -10 ഉണ്ട്. ആ ഒരു സെയിം ട്രേഡ് നമ്മൾ റിവേഴ്സ് ആക്കി. ഓക്കെ, സെയിം ട്രേഡ് നമുക്ക് എളുപ്പത്തിൽ റിവേഴ്സ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇത് ഫയേഴ്സിൻ്റെ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ഉള്ള വളരെ നല്ലൊരു ഫീച്ചറാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ ആ ഒരു ട്രേഡ് റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കണ്ട് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ആ ഒരു ഓർഡറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഓപ്പൺ പൊസിഷൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ P&L നമുക്കിവിടെ മാറിക്കൊണ്ടിരിക്കുന്ന കാണാൻ പറ്റും. അപ്പോൾ ഇതും എന്താണ് ചില മേ ബി എല്ലാവർക്കും യൂസ്ഫുൾ ആവണമെന്നില്ല, ബട്ട് ചില ആൾക്കാർക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്ന ഒരു ഫീച്ചറാണ് ഈ ഒരു റിവേഴ്സ് ട്രേഡ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ. ഇനി അതുപോലെ തന്നെ ഈ ഒരു കേസിൽ ഞാൻ വേറെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് ഒന്നും വെച്ചിട്ടില്ല. എനിക്ക് എന്താണ് സിമ്പിളായിട്ട് വേണമെങ്കിൽ ഈ ഒരു ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു പൊസിഷൻ ഇവിടെ ക്ലോസ് ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് എന്താണ് ജസ്റ്റ് ഇവിടെ വരിക, ഈ ഒരു ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ -10 ക്വാണ്ടിറ്റി നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പൊസിഷനിൽ ആക്സിസ് ബാങ്കിൻ്റെ 10 ക്വാണ്ടിറ്റിയുടെ ഷോർട്ട് സെല്ലായിട്ടാണ് കിടക്കുന്നത്. നെറ്റ് ക്വാണ്ടിറ്റി -10 ആണ്. ഞാൻ ഇവിടെ ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലോസ് പൊസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ സിമ്പിളായിട്ട് നമ്മുടെ പൊസിഷൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, നമ്മുടെ പൊസിഷൻ അവിടെ എക്സിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വേറെ ഓപ്പൺ ആയിട്ടുള്ള ഒരു പൊസിഷനും ഇവിടെ ഇല്ല. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ ട്രേഡിംഗ്, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഓർഡർ പ്ലേസ് ചെയ്യുക, നമുക്ക് ടാർഗറ്റ് എൻട്രി എടുക്കുക, ഇത്തരം കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മൾ ഓർഡേഴ്സ് മോഡിഫൈ ചെയ്യുക. അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സിമ്പിളായിട്ട് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും എന്താണ് ഒരു ആക്റ്റീവ് ട്രേഡേഴ്സിനൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു കാര്യമായിട്ട് അല്ലെങ്കിൽ വളരെ നല്ല യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി മറ്റ് ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ ഒരു മൾട്ടിപ്പിൾ നമുക്ക് വേണമെങ്കിൽ മൾട്ടിപ്പിൾ നിങ്ങളൊരു വലിയൊരു മോണിറ്ററൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ സ്ക്രീനിൽ തന്നെ ഈ ഒരു ട്രേഡിംഗ് വ്യൂവിൽ അവൈലബിൾ ആയ പ്രീമിയം ഫീച്ചറായ ഈ ഒരു മൾട്ടിപ്പിൾ ചാർട്ട് ലേഔട്ട്സ് നമുക്ക് ഒറ്റൊരു വിൻഡോയിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇനി പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ചാർട്ടിൻ്റെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ചാർട്ടിൻ്റെ കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സെറ്റിംഗ്സ് ബട്ടണിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീം ഇപ്പോൾ വൈറ്റ് തീമാണ് ഞാൻ കൊടുത്തത്, ഡാർക്ക് തീം ആണെങ്കിൽ തീം മാറ്റാം. ഇനി അതുപോലെ തന്നെ ഓക്കെ, ഇനി അതുപോലെ തന്നെയുള്ള മറ്റൊരു ബെനിഫിറ്റാണ്, അതായത് മറ്റൊരു ഫീച്ചറാണ്. നിങ്ങളിപ്പോൾ കുറേ പൊസിഷൻസ് എടുത്തു. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പൊസിഷൻസിൽ ഇപ്പോൾ ഓപ്പൺ പൊസിഷൻസ് ഒന്നുമില്ല. ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, ഞാൻ ഒരു 3-4 സ്റ്റോക്കുകൾ ഒരു പൊസിഷൻ എടുക്കുകയാണ്. അപ്പോൾ നേരത്തെ ഞാൻ ചെയ്തത് ഇവിടെ ഈ ഒരു പ്ലസ് ബട്ടണിൽ വന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാണ് ചെയ്തത്. ഇനി അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ട്രേഡിൽ പോയി കഴിഞ്ഞാൽ ബൈ ഓർ സെൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഇവിടെ ബൈ കൊടുക്കുകയാണ്. അതിനുശേഷം ഇൻട്രാഡേ ഞാൻ മാർക്കറ്റിൽ ജസ്റ്റ് നിങ്ങൾ കാണിച്ചാൽ കൊണ്ട് 2 ക്വാണ്ടിറ്റി അവിടെ മാർക്കറ്റ് പ്രൈസിൽ ഇവിടെ ബൈ കൊടുക്കുകയാണ്. ഓക്കെ, ICICI എന്ന് പറഞ്ഞ സ്റ്റോക്ക് ഇപ്പോൾ ഇവിടെ പൊസിഷൻ എടുത്തിട്ടുണ്ട്. അതുപോലെ ജസ്റ്റ് 1-2 സ്റ്റോക്ക് കൂടി എടുക്കുകയാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ 3 സ്റ്റോക്കുകൾ ഇവിടെ പൊസിഷൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ എന്താണ് ടാറ്റ മോട്ടോഴ്സ്, SBI, ICICI ബാങ്ക് എന്ന് പറഞ്ഞാൽ 3 സ്റ്റോക്കുകൾ പൊസിഷൻ എടുത്തു. ഇപ്പോൾ നമുക്കിവിടെ 3 ഓപ്പൺ പൊസിഷൻസ് ഉണ്ട്. ഇപ്പോൾ മേ ബി എന്തെങ്കിലും ഒരു റീസൺ കൊണ്ട് എനിക്കിപ്പോൾ എനിക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോകേണ്ട ആവശ്യം വന്നു, എനിക്ക് ഒരു ട്രേഡ് മൊത്തം ക്ലോസ് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് നിങ്ങളിപ്പം കുറേ സ്റ്റോക്കുകൾ ബൈ പൊസിഷൻ എടുത്തു, പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നി നിഫ്റ്റി ഫോളോ ചെയ്യുന്നുണ്ട്, നമ്മളെ സ്റ്റോപ്പ് ലോസ് ഒക്കെ എടുക്കാൻ പോസിബിലിറ്റി ഉണ്ട്, അപ്പോൾ ബെറ്റർ നമ്മളെ പൊസിഷൻ നമ്മൾ ബൈ എടുത്ത സ്റ്റോക്കുകളൊക്കെ എക്സിറ്റ് ചെയ്യുന്നതാണ് നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ സ്റ്റോക്കുകളും നിങ്ങൾക്ക് പെട്ടെന്ന് ഒറ്റയടിക്ക് നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരിക, എന്താണ് എക്സിറ്റ് ഓൾ പൊസിഷൻ എന്ന് പറഞ്ഞ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് പല ഓപ്ഷൻ കാണാൻ പറ്റും. നമുക്ക് എന്താണ് ലോങ്, ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ സൈഡ് മാത്രം എക്സിറ്റ് ചെയ്താൽ മതി എന്നെങ്കിൽ ലോങ്ങിൽ ഈ ഒരു ഷോർട്ട് അൺചെക്ക് ചെയ്യുക. അത് ഇനിയിപ്പോൾ 2 നിങ്ങൾക്ക് എക്സിറ്റ് ആണ്, ഇപ്പോൾ ഷോർട്ട് മാത്രം ഉണ്ടെങ്കിൽ അത് മാത്രം ടിക്ക് ചെയ്ത് കൊടുത്ത് ലോങ് അൺടിക്ക് ചെയ്യുക. ഇനി എല്ലാം വേണമെങ്കിൽ ഓൾ കൊടുക്കുക. ഇനി അതുപോലെ തന്നെ സെഗ്മെൻറ്റ് വേണമെങ്കിൽ സെഗ്മെൻറ്റ് സെലക്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് എന്താണ് ഇൻട്രാഡേ ഇതിൽ കവർ ഓർഡർ, ബ്രാക്കറ്റ് ഓർഡർ എന്നുള്ള ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ആ കാര്യങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇവിടെ കൊടുത്തത് എക്സിറ്റ് ഓൾ പൊസിഷൻ, നമ്മുടെ 3 പൊസിഷൻ ഓപ്പൺ ആണ്. ഇപ്പോൾ ഞാനിവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങളിവിടെ കാണുന്നത് ഞാൻ ജസ്റ്റ് ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എല്ലാ പൊസിഷൻസും ഇവിടെ ഓട്ടോമാറ്റിക്കലി അവിടെ ക്ലോസ് ആയി. നമ്മളെന്താണ് ജസ്റ്റ് ഇവിടെ എക്സിറ്റ് പൊസിഷനിൽ പോയി നമ്മൾ എല്ലാ പൊസിഷൻസും ഇവിടെ സെലക്ട് ചെയ്തു. ഓട്ടോമാറ്റിക്കലി എക്സിറ്റ് ഓൾ പൊസിഷൻ ആണെങ്കിൽ എല്ലാം സെലക്ട് ആയിട്ടുണ്ടാവും. ഓക്കെ കൊടുക്കുന്ന സമയത്ത് എന്താണ് ആ ഒറ്റ ക്ലിക്കിൽ തന്നെ നമ്മുടെ എല്ലാ ഓപ്പൺ പൊസിഷൻസ് അവിടെ ക്ലോസ് ആയി. അപ്പോൾ അതും മേ ബി ചില ആൾക്കാർക്കെങ്കിലും ഉപയോഗപ്പെടുന്ന ഒരു ഫീച്ചർ ആവാം. ഇത്തരത്തിൽ സിമ്പിളായിട്ട് വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമുക്ക് എല്ലാ പൊസിഷൻസ് എക്സിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ കുറേയധികം ഫീച്ചേഴ്സ് നമുക്ക് ട്രേഡിംഗ് വ്യൂവിൽ നമുക്ക് ഈ ഒരു ഫയേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ബ്രോക്കർ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഈ ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇപ്പം പല ആക്റ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്ന പല ആൾക്കാരും ഉപയോഗിക്കുന്നത് മേ ബി ബിഗിനേഴ്സിനൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നാം. ഇനി അതുപോലെ തന്നെ ഫയേഴ്സിൽ അവൈലബിൾ ആയ മറ്റൊരു ബെനിഫിറ്റാണ് 30 ഡേ ചലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് നമ്മളെ മൈ അക്കൗണ്ടിൽ പോവുക. മൈ അക്കൗണ്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ 30 ഡേ ചലഞ്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന നെക്സ്റ്റ് 30 ട്രേഡിംഗ് ഡേയ്സിൽ നെക്സ്റ്റ് 30 ട്രേഡിംഗ് ഡേയ്സ് കഴിയുന്ന സമയത്ത് നിങ്ങളുടെ ട്രേഡിംഗ് നിങ്ങൾ പ്രോഫിറ്റബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ നെക്സ്റ്റ് 30 ഡേയ്സിൽ നിങ്ങൾ പ്രോഫിറ്റബിൾ, എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യണമെന്നില്ല, ബട്ട് ആ ഒരു നെക്സ്റ്റ് 30 ട്രേഡിംഗ് ഡേയ്സ് കഴിയുന്ന സമയത്ത് നിങ്ങളുടെ പ്രോഫിറ്റബിൾ ആണെന്നുണ്ടെങ്കിൽ, പ്രോഫിറ്റിലാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും ദിവസം നിങ്ങൾ ട്രേഡ് ചെയ്ത സമയത്ത് അവരെടുത്തിട്ടുള്ള ബ്രോക്കറേജ് എമൗണ്ട്, ആ ബ്രോക്കറേജ് എമൗണ്ട് അവരത് തിരിച്ച് നമുക്ക് പേ ചെയ്യും. അതായത് ഒരു ലിമിറ്റ് ഉണ്ട്, മാക്സിമം 5,000 റുപ്പീസ് വരെയുള്ള ബ്രോക്കറേജ് അവർ നമുക്ക് തിരിച്ച് പേ ചെയ്യും. അപ്പോൾ അതും നല്ലൊരു ബെനിഫിറ്റ് തന്നെയാണ് ആക്റ്റീവായിട്ടൊക്കെ ട്രേഡ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് ഇപ്പോൾ എല്ലാ
കണ്ടിന്യൂസ് ആയിട്ട് ഒരു വർഷം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ആളാണെന്ന് വിചാരിക്കുക. അപ്പോൾ 5000 രൂപ വെച്ചിട്ട് 12 മാസം സക്സസ്ഫുൾ ആയിട്ട് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 60,000 റുപ്പീസ്, ഒരു ഐഡിയൽ കേസാണ് 60,000 റുപ്പീസ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ബെനിഫിറ്റ് തന്നെയാണ്. എന്താണ് നമ്മൾ ഈ ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈ 30 ഡേ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു ബ്രോക്കറേജിൻ്റെ ഒരു പോർഷൻ, മേ ബി ചില ആൾക്കാർ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് മേ ബി ഒരു 10,000 20,000 ബ്രോക്കറേജ് ഉണ്ടാക്കുന്ന ടോട്ടൽ ജനറേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതിൻ്റെ അകത്ത് ഒരു 5,000 തിരിച്ച് കിട്ടും. ചില ആൾക്കാർ 2,000 3,000 ആയിരിക്കും ബ്രോക്കറേജ് ടോട്ടൽ ജനറേറ്റ് ചെയ്യുന്നുണ്ടാവുക. ആ എമൗണ്ട് ഫുള്ളായിട്ട് നമുക്ക് തിരിച്ച് കിട്ടും. അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് കുറച്ചും കൂടി നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വളരെ, ഇത് മുന്നേ സെറോദയിൽ ഉണ്ടായിരുന്ന ഒരു ഫീച്ചറായിരുന്നു. അല്ലെങ്കിൽ സെറോദ 60 ഡേ ചലഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കറൻറ്റ് സെറോദ അത് സ്റ്റോപ്പ് ചെയ്തു. ബട്ട് ഫയേഴ്സ് ഇപ്പോഴും അവൈലബിൾ ആണ് 30 ഡേ ചലഞ്ച് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതും നമുക്ക് എന്താണ്, നമുക്കൊരു അഡീഷണൽ ബെനിഫിറ്റ് തന്നെയാണ് ഈ ഒരു 30 ഡേ ചലഞ്ച് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് എന്താണ് ഫയേഴ്സിൻ്റെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് കിട്ടുന്ന കുറച്ച് ഫീച്ചേഴ്സ്. അതായത് നമ്മുടെ മറ്റ് ബ്രോക്കേഴ്സ്, ഞാനിപ്പം കുറേ കാലമായിട്ട് സെറോദിയും ഫയേഴ്സ് തന്നെയാണ് നമ്മൾ, സെറോദിയും അപ്സ്റ്റോക്സും തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഈ ഒരു ഫയേഴ്സ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന റീസൺ എന്ന് പറയുന്നത്, നമ്മൾ ഈ പറഞ്ഞ മുന്നത്തെ പ്ലാറ്റ്ഫോമുകളിൽ അവൈലബിൾ അല്ലാത്ത കുറച്ച് ഫീച്ചേഴ്സ്, കുറച്ച് നല്ല ഫീച്ചേഴ്സ് നമുക്ക് ഫയേഴ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. ബട്ട് ഞാൻ നേരത്തെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് പോരായ്മകളുണ്ട് ഇതിൻ്റെ UI അല്ലെങ്കിൽ എന്താണ് എത്രത്തോളം യൂസർ ഫ്രണ്ട്ലി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാം. അതുപോലെ തന്നെ ചെറിയ ലാഗ്, അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ഫയേഴ്സിൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും, അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടോ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിയ എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫയേഴ്സ് കൺസിഡർ ചെയ്യുന്ന ആൾക്കാർക്ക് അതൊരു ഒരു ഹെൽപ്പായിരിക്കും. അപ്പോൾ അതുകൂടി ഒന്ന് നോക്കാം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, താങ്ക് യു.